ഹായ് ഹലോ ഗായ്സ്, ക്രൈസി മലയാളീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ചേട്ടനും കൂടെ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു ടൂർ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. രാവിലെ 5 മണിക്ക് തന്നെ അതിനുവേണ്ടി എല്ലാം റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടൂർ, അത് ഞാനും ചേട്ടനും ഒക്കെ ഒരുമിച്ച് പോകുന്ന ഫാമിലി ആയിട്ട്. അപ്പം ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ആയിരിക്കും ഇതുപോലെ മുമ്പ് ഒരു ടൂറൊക്കെ പോയിട്ടുണ്ടാവുക ബസ്സിലൊക്കെ. അപ്പം ഞാനും ചേട്ടനും കൂടെ ബസ് വരുന്ന ഭാഗത്തേക്ക് നടന്നു പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ അളിയെ കാറിൽ കൊണ്ട് വിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബസ് വരുന്നതെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രാവിലെ 5:30 ബസ് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6:45 ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കാരണം ഇത് പുതിയ ബാഗാണ് കേട്ടോ. ഞാനും ചേട്ടനും കൂടെ തലേന്ന് പോയി വാങ്ങിയതാണ്. പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ സ്ഥിരം കാഴ്ചകളാണ് ഈ കുതിരകൾ. അതൊക്കെ കണ്ട് നമ്മളവിടെ കുറേ നേരം നിന്നു. അങ്ങനെ ബസ്സൊക്കെ വന്ന് നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിങ്ങനെ ഒരു യാത്ര. ഇത് പള്ളിയിൽ നിന്ന് നമ്മൾ ചർച്ചിൽ നിന്ന് പോകുന്ന ടൂറാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ അങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. നമ്മൾ കൊല്ലം ഭാഗത്തൊക്കെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ വഴിയിൽ നിന്നൊരു കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എത്തിയിട്ടുള്ള വളഞ്ഞാനം വാട്ടർഫാൾസ് കാണാനാണ്. ഈ പോകുന്ന വഴി തന്നെയാണ്, വാഗമണ്ണിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇത്. ശരിക്കും ഞാൻ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നത്, അതും ബസ്സിൽ. അപ്പോൾ എന്നെക്കൊണ്ട് ബസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പ്രത്യേകിച്ച് എനിക്ക് യാത്രകളൊന്നും അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയൊരു ലോങ് ടൈം ഇങ്ങനെ ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം അവിടെ എത്തിയിട്ടുണ്ട്, വളഞ്ഞാനം വാട്ടർഫാൾസ് കാണാനായിട്ട്. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ കസിൻസും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഒക്കെ ആയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ടൂർ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ മൂഡാകെ മാറിയെന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുത്തെ ഒരു അന്തരീക്ഷമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുള്ളതും നല്ല വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മൊത്തവും. അപ്പോൾ ഇവിടെ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് ട്രൈപോഡും സെൽഫി സ്റ്റിക്കും ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ട്രൈപോഡ് എടുക്കണമെന്നുണ്ടായിരുന്നു, കാരണം ഈ വ്ളോഗ് എടുക്കാനൊക്കെ ട്രൈപോഡ് ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാനും ഒത്തില്ല. ഞാൻ പിന്നെ ഈ ഒരു കൈ വെച്ച് തന്നെ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വ്ളോഗ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ അടുത്ത് നിന്ന് ഈ വാട്ടർഫാൾസ് കാണാനോ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള വാട്ടർഫാൾസ് ആയിരിക്കും ആ സമയത്ത്. അപ്പം ഞാനിവിടെ താഴേക്ക് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഒഴുകി പോകുന്ന ഭാഗമൊക്കെയാണ്. പക്ഷേ ഇവിടെ എല്ലാം നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെയാണ് കൊണ്ടിട്ടിട്ടുള്ളത്. ഞാൻ ഈ ട്രാവൽ വ്ളോഗ്സൊക്കെ കാണാറുള്ളപ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ പ്രധാനമായിട്ട് പറയുന്നതാണ് ഇവിടുത്തെ കേരളത്തിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയുന്ന കാഴ്ചകൾ. അപ്പോൾ അവരും ഇതുപോലെ പല വ്ളോഗ്സിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആരും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയരുത്, നമ്മുടെ പ്രകൃതിക്ക് അത് ഭയങ്കര ദോഷമാണെന്ന്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോൾ അവിടെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു, കുട്ടി കുരങ്ങുകളാണ്. അവരെങ്ങോട്ടെപ്പോൾ ചാടിയോന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാങ്ങയൊക്കെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത് ഇനി വാഗമണ്ണിലേക്ക് പോകാൻ വേണ്ടി ബസ്സിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് ഇത് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഉച്ച നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണെപ്പോഴും ആ ചുറ്റുവട്ടത്തുള്ള ചെടികളിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ സ്ഥിരം പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ചെടിയാണ് ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഒരു കാട്ടുചെടി പോലെ എല്ലാ ഭാഗത്തും ഇത് പൂത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ വിത്തോ ഒന്നും എനിക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനൊരു ചെടി അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു. പക്ഷേ അത് പൊടിച്ചിട്ടില്ല കേട്ടോ, അത് പട്ടുപോയി. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ അത് ധാരാളമായിട്ട് വളരുന്നതാണ്. നമുക്കിതിൻ്റെ വീട്ടിൽ കൊണ്ട് നട്ടിട്ടൊന്നും ഇത് അത്ര നല്ലതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലൊക്കെ കാണാറുള്ള പോലത്തെ കൊങ്ങിണി ചെടികളൊക്കെ വിളിക്കുന്നു. പക്ഷേ ഇത് കാട്ട് വെറൈറ്റിയാണ് കേട്ടോ. അത് നിറയെ മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ നിന്നൊന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നിറയെ ടീ പ്ലാന്റേഷൻസൊക്കെ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി തോട്ടങ്ങളാണ് ഇവിടെ പലയിടത്തായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു ആദ്യമായിട്ടാണ് ഞാൻ ഒരു തേയിലച്ചെടി പറിച്ച് മണത്ത് നോക്കിയത്. ശരിക്കും ഒരു മണവുമില്ല. ഞാൻ വിചാരിച്ച് ഭയങ്കര മണമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് ഉണക്കിയെടുത്ത് നമ്മുടെ കയ്യിൽ ചായപ്പൊടിയായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണവും മണവും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ അതിനൊരു പ്രത്യേകതയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യാത്ര തിരിച്ചു. അപ്പം ദൂരെ കണ്ണെത്താത്ത ദൂരത്തോട്ട് നമ്മുടെ ഈ ഒരു തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇനി കാണാനുള്ളത്.
ശരിക്കും ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കാണാൻ കഴിയുന്നത്. നിറയെ തേയിലത്തോട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് മൊത്തവും നമ്മുടെ കൺമുന്നിലുള്ളത്. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗി നമുക്ക് നേരിട്ട് തിരിച്ചറിയുള്ളൂ. ശരിക്കും കണ്ണിൻ്റെ ആ ഒരു പവർ അനുസരിച്ച് നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചകളുണ്ടല്ലോ, അത് അനുഭവിച്ചാൽ തന്നെ അല്ലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടത് കൊണ്ട് മാത്രം നമുക്കത് മനസ്സിലാവണമെന്നില്ല. പിന്നെ ഇവിടെ നിന്നുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ ബസ്സിലുള്ള യാത്രയാണ് ഭയങ്കര കളർഫുള്ളും നിറയെ ലൈറ്റൊക്കെ ഇട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ട്രാവൽ ബസ്സായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബസ്സിൽ പോകുന്നത്. അതിൽ പുകയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കായി സംഭവം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ട കാഴ്ചയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മളൊരു അവധി ദിവസമാണ് ഒരു ടൂർ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം നടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യമായിട്ട് വാഗമണ്ണിലെത്തിയിട്ട് കാണാൻ പോയത് ഇവിടുത്തെ പൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ അത് കാണാൻ പോകുന്ന ഭാഗത്തുള്ള കച്ചവട കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. നിറയെ സ്റ്റാളുകളുണ്ടായിരുന്നു. ധാരാളം പേര് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കുറേ സൊവനിയർ ഷോപ്സും എല്ലാം ഉണ്ട്. അപ്പം കൂടുതൽ പേരും സ്വീറ്റ്സും അങ്ങനത്തെ ഐറ്റംസ്, ചോക്ലേറ്റ്സ് ഒക്കെയാണ് കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ ഈ പൈൻ വാലി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് ഇതുപോലെ ഫ്രെയിം ചെയ്തൊക്കെ തരും കേട്ടോ. അവിടെ പ്രത്യേകം പൈസ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്നപ്പോൾ ഇവിടുത്തെ ഒരു ഭംഗി നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെ മുകളിലോട്ടൊക്കെ കയറി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ സ്ലിപ്പറി ആയിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് ഓടിക്കയറാനൊന്നും പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. ശരിക്കും എനിക്ക് കയറുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം മനസ്സിലായത്. ഇതെവിടെ നമ്മൾ കാല് വെക്കുന്ന അവിടെ ഭയങ്കര കുത്തനെ ഇറക്കമായിരിക്കും. നമ്മളത് പ്രതീക്ഷിക്കില്ല. അത്ര പലയിടത്തായിട്ട് അങ്ങനെയാണ് ഇത് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു താഴ്ഭാഗം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു മരങ്ങളുടെ ഇലകളൊക്കെ വീണ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൂറിന് വന്നവരെല്ലാവരും ചേർന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു. കുറേ പേര് അവിടെ ആയിട്ട് നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചില സിനിമകളിലൊക്കെ നമ്മൾ ഈ ഒരു സീൻസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ചില മൂവീസിലൊക്കെ പാട്ട് സീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ നടക്കുകയായിരുന്നു. കാരണം ഇവിടെ നിന്ന് കയറുന്നതിനേക്കാളും പാടായിരുന്നു ഇറങ്ങാനായിട്ട്. അപ്പം ചേട്ടൻ വേറൊരു വഴി കൂടെ വരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുപ്പുറത്തൂടെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വേറൊരു വഴി കൂടെ പോകുന്നു. കാരണം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് താഴെ കടുവയുടെയും പുലിയുടെയൊക്കെ കാൽപാദമുണ്ട്, അതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എവിടെയെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. ടൈഗറിൻ്റെ ലെപ്പറിൻ്റെ കാൽപാദം കാണും. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ പിന്നെ ഭയങ്കര കാടാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ചിലരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ പല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നു. കാരണം ബസ്സിൽ എല്ലാവരും കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിനി ഇവിടെ നിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ആനിമൽ ഫുട് പ്രിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുന്ന് ട്രക്കിംഗ് പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് പൈൻ വാലി ടു പാലൊഴുകും പാറ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരാൾക്ക് 500 രൂപയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ശരിക്കും നമ്മൾ നിന്ന് വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം കുറേ നഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ വളരെയധികം വണ്ടികൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ പാറ്റേൺ അറിയാമല്ലോ. നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ വണ്ടിയിൽ ഭയങ്കര ആഘോഷവും പരിപാടികളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാനും ചേട്ടനും അന്ന് അതിലൊന്നും പങ്കെടുക്കാതെ മാറിയിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് തലവേദനയൊന്നും വരാതിരിക്കാൻ ഞാൻ മാക്സിമം അങ്ങനെ മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ വാഗമൺ മെഡോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ രാത്രി ഒരു 7-7:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും ചേട്ടനും കൂടെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ റൂം എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് ഈ റൂം കാണാനായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്തപ്പോൾ.
നല്ല റൂമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് റൂം കാർഡിൻ്റെ കാര്യം പറയാനുണ്ട്. ഞാനത് 2 തവണ ഇത് എടുക്കാൻ മറന്നുപോയി. കാരണം എനിക്ക് ഈ സംഭവം എന്താണെന്ന് അറിയായിരുന്നു. പക്ഷേ നമ്മൾ റൂം നമ്പർ പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ പുറത്തിറങ്ങി ചോദിക്കാൻ നേരത്തെ റൂം ലോക്കായി. പിന്നെ റിസപ്ഷനിൽ നിന്ന് ആൾ വന്നൊക്കെയാണ് തുറന്നു തന്നത്. അപ്പോൾ ഈ റൂമിൽ നമുക്ക് വേണ്ടി അത്യാവശ്യം സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഷ്, സോപ്പ്, ചെറിയൊരു പേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് ചേട്ടൻ എന്തായാലും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ചായ കുടിക്കാനായാലും കോഫി കുടിക്കാനായാലും ഇവിടെ അതിൻ്റെ പൗഡറും എല്ലാം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിനുള്ള സംവിധാനം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 8:30-9 മണി സമയമൊക്കെ ആയപ്പോൾ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. അതെനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞൊരു 8:30-9 മണി 9:30 അടുപ്പിച്ചൊക്കെ ആയപ്പോൾ കൊച്ചച്ഛനും ഫാമിലിയാണ് ആദ്യം തുടക്കം കുറിച്ച്. അവർ നേരെ ഇവിടുത്തെ പൂൾ ഏരിയയിൽ വന്ന് എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു സമയത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല തണുത്ത സമയമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല രാത്രി ഇത്രയും കോടമഞ്ഞും തണുപ്പുമൊക്കെ ഇവിടെ വരുമായിരിക്കുന്നു. ഭയങ്കര ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെയായിരുന്നു ഇവിടുന്ന് പൂൾ ഏരിയയിൽ നിന്ന് ഈ ഒരു വെള്ളത്തിൽ നിന്നുള്ള തണുപ്പ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ശരിക്കും ഈ തണുപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാനും ചേട്ടനും എന്തായാലും ഇറങ്ങാൻ പോകുന്നില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. കാരണം അങ്ങനത്തെ തണുപ്പായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾ കൂടെ വന്നവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവർ എൻജോയ് ചെയ്തത്. അവർക്കൊന്നും ഈ തണുപ്പൊന്നും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് അവർ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത്. ഇപ്പോൾ ഇവരാദ്യമേ എടുത്ത് ചാടിയത് കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ കൂടെ എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മാറി നിന്ന് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ആ തണുപ്പും ഇവരുടെ എല്ലാ എൻജോയ്മെൻറ്റ് മൂഡുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം വരും. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഈ ടൈറ്റാനിക്കിലെ ജാക്കും റോസും പോലെ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഒഴുകി പോകുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവർക്കൊന്നും ഈ തണുപ്പൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു പരിസരം മൊത്തം നടക്കുകയായിരുന്നു. കാരണം ഈ റിസോർട്ടിന് ചുറ്റുമുള്ള കാഴ്ചകൾ, രാത്രി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണമൊന്നും അറിയില്ല കേട്ടോ. ഈ തണുപ്പുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, ഈ ക്ലൈമറ്റ് കാരണം നമുക്ക് ഒട്ടും ക്ഷീണമോ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ വെള്ളത്തിലിറങ്ങിയവരെല്ലാം അങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. ശരിക്കും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ആയിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അടിച്ചു മാറ്റിയതാണ് ഈ ഒരു ഹുഡി. എനിക്കത് എന്തായാലും ഈ ഒരു യാത്രയ്ക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ഒരു അരുവിയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അരുവിയാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടുത്തെ പൂൾ ഏരിയയും ചുറ്റുവട്ടത്തുള്ള ഗാർഡൻ ഏരിയയും എല്ലാം നല്ലപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിസോർട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളായിരുന്നു ഫസ്റ്റ് അവിടെ അക്കോമഡേഷൻ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ ചർച്ചിലെ അച്ഛനായാലും ഈ ഒരു റിസോർട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. അവിടെയാണ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ തണുപ്പത്ത് ഈ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് വന്നിരുന്ന ഈ ചൂട് അനുഭവിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. വെറൈറ്റി കലാപരിപാടികളൊക്കെയാണ് പിന്നെ നടന്നത്. ഒരുപാട് പാട്ടും ഡാൻസും. നമ്മുടെ അച്ഛൻ്റെ വക ഒരു കവിതയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ കേരളപ്പിറവിയുടെ അന്ന് ജനിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. കേരളത്തെക്കുറിച്ചൊരു പാട്ടൊക്കെ പാടി. കേരളം കൊച്ചു കൊച്ചു കേരളം, കേരളം കേരളം കൊച്ചു കൊച്ചു കേരളം, അരിയിടിച്ച് പൊടി വറുത്ത് പുട്ട് ചുട്ട കേരളം, പുട്ട് തിന്ന കേരളം, അരിയിടിച്ച് പൊടി വറുത്ത് പുട്ട് ചുട്ട കേരളം, അരി വറുത്ത് പൊടിയിടിച്ച് പുട്ട് തിന്ന കേരളം, ഇടിച്ച് പൊടി വറുത്ത് പുട്ട് ചുട്ട കേരളം, അരിയിടിച്ച് പുട്ട് കേരളം കൊച്ചു കൊച്ചു കേരളം, കേരളം കേരളം കൊച്ചു കൊച്ചു കേരളം, കേരളം കേരളം കൊച്ചു കൊച്ചു കേരളം. ഉള്ളിലേക്ക് പോകുമ്പോ അലമുഖം കാണുമ്പോ ഇല്ലയോ നോക്കിയിടാന് എന്റെ പിന്നാലെ ഇല്ലയോ നോക്കിയിടാന്. ഉള്ളിലേക്ക് പോകുമ്പോ അലമുഖം കാണുമ്പോ ഇല്ലയോ നോക്കിയിടാന് എന്റെ പിന്നാലെ ഇല്ലയോ നോക്കിയിടാന്.
മാമ്പഴമാകട്ടെന്ന് നിന്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെയും കസിൻസിൻ്റെയൊക്കെ പാട്ടും ഗ്രൂപ്പ് സോങ്ങും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇവർ ശരിക്കും നല്ല രീതിയിൽ പാടുന്നതാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ മുമ്പ് ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ നല്ല വെറൈറ്റി ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഓരോ കലാപരിപാടികളൊക്കെയാണ് ഓരോരുത്തർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല ഫൺ മൂഡായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തമാശയായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇപ്പോൾ രാത്രി എല്ലാവരും കൂടെ ഡാൻസൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. ഒരു 10:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി പുറത്തെ കാഴ്ച ഇതൊക്കെയാണ്. നല്ല മൂടൽ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദൂരോട്ടുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ കഴിയുന്നില്ല. അവിടെ ആയിട്ട് ധാരാളം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ടൂറിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. എല്ലാ ഹോട്ടലുകളും ഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ റൂമിൽ ബെഡിൽ കുറച്ച് നേരം കിടക്കുകയായിരുന്നു. ഞാൻ ഇത്രയും ദൂരയാത്ര ചെയ്തിട്ടും എനിക്കൊരു ക്ഷീണവും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരയാത്ര പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാനും തലകറക്കമൊക്കെ വരുമായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്കൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡായിരുന്നു കേട്ടോ. അപ്പോൾ കിടന്നപ്പോൾ തന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ നിന്നു. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കുന്നൊക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം ദൂരെ നല്ല മലനിരകളും കുന്നുകളും നല്ല പച്ചപ്പും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഈ അതിരാവിലെ തന്നെ വീണ്ടും പൂളിലെടുത്ത് ചാടിയിട്ടുണ്ട്. അവർക്ക് ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ തണുപ്പത്ത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടും വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ഹോട്ടൽ റൂമിൽ കുറേ നേരം അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടു തന്നു. ഇന്ന് നമുക്ക് അടുത്ത് 2 മലകളുണ്ട്, അവിടെയൊക്കെ നടന്നു പോയി കാഴ്ചകളൊക്കെ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ളവർ പോയാൽ മതി, അല്ലാത്തവർക്ക് ഈ ഒരു റിസോർട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിട്ടിയ സമയത്ത് ഈ റൂമിൽ ഇരുന്ന് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ച് അവിടെ കണ്ട ഗ്ലാസ്സിലൊക്കെ ഈ നീരാവിയൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു മഞ്ഞിൻ്റെ. അതിലെല്ലാം ഇങ്ങനെ പടമൊക്കെ വരച്ച് ചുമ്മാ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ ആ ഹോട്ടൽ റൂമൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ കൊടുത്തേനെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അല്പം ലേറ്റാകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും കൂടെ ആ സമയം കൊണ്ട് പൂൾ ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്കും എനിക്ക് പൂളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ മാത്രമായിട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഈ ഡ്രസ്സൊക്കെ നനഞ്ഞ് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാനൊക്കെ പോകണം. അപ്പോൾ എന്തായാലും രാത്രിയുള്ള തണുപ്പ് രാവിലെ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ആ പൂളിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഈ പൂളിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ പാലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കി. നല്ല സ്ലിപ്പറി ആയിരുന്നു. ഒരു സൈഡിൽ വലിയ ആഴമില്ല, മറ്റേ സൈഡിൽ ഭയങ്കര ആഴമാണ്. ഞാൻ വീഴാതെ എങ്ങനെയൊക്കെ പിടിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ രാവിലെയൊക്കെ. നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളെന്തായാലും പുറപ്പെടാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള മുരുകൻ മലയും കുരിശുമലയൊക്കെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, പക്ഷേ നമുക്ക് അതിനുള്ള സമയം അധികം ഇല്ല. എന്തായാലും രാവിലെ കുരിശുമല കാണാമെന്ന് വിചാരിച്ച് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. അപ്പോൾ നമുക്ക് 14 സ്ഥലങ്ങളുണ്ട് ഇത് നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ. അതിൻ്റെ അങ്ങേ അറ്റത്തൊരു ചർച്ച ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമല്ല കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രയും അതിരാവിലെ ഇവിടെ വരണവർക്ക് മാത്രമേ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. കാരണം ഉച്ച നേരമൊക്കെ ആകുമ്പോൾ നല്ല വെയിലാണ്. മാത്രമല്ല ഈ കുന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനേ പറ്റില്ല. അപ്പം ഞാനൊരു 6 ഘട്ടമൊക്കെ കയറി. 14 ഏരിയകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിലറ്റം വരെയും പോകാനുള്ള സമയവും ഇല്ല. നമുക്ക് നമ്മുടെ പെട്ടെന്ന് എത്തിച്ചേരാനും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഓരോ ഘട്ടം മുകളിലേക്ക് കയറുമ്പോഴും പിന്നെയും ദൂരം കൂടുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളതിൽ കുറച്ച് കുട്ടികളൊക്കെ ആദ്യമേ പോയി എന്ന് പറഞ്ഞു. അങ്ങ് മുകളിൽ അറ്റം വരെയും പോയി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ കൊച്ചച്ഛൻ്റെ വൈഫും കൂടെ മുകളിൽ അറ്റം വരെയും പള്ളിയിലും പോയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അവരതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നു. അപ്പോഴാണ് നമ്മൾ വിശ്വസിച്ചത്. കാരണം അത്രയും യാത്രയുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത്രയും പണിയാണ്. ഞാൻ വിചാരിച്ചില്ല അവർ കയറും എന്നുള്ളത്. പക്ഷെ അവർ മാത്രമാണ് അങ്ങ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നത്. അവരവിടെ എത്തിയപ്പം പള്ളി തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ധാരാളം പേര് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ എത്തുമ്പോൾ അവിടെ ഒരു കിണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവിടെ പോകുന്നവർക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പതുക്കെ കയറുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓരോ തവണ കയറുമ്പോഴും നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ താഴെ നിന്ന് കാണുന്ന പോലെയല്ല മല നിരകൾ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അവിടെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങേ അറ്റത്തോളം നമുക്ക് ഓരോരോ കുരിശടികൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിശുദ്ധവാര സമയത്തൊക്കെ ആണെങ്കിൽ, ഈ ദുഃഖവെള്ളി സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തീർത്ഥാടകരായിട്ട് വരുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മലകളൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ശരിക്കും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ കാഴ്ചകളാണ് ദൂരെ കാണുന്നത്. ഓരോ മലനിരകളുടെ മുകളിലും ഓരോ റിസോർട്ടുകളും ഫ്ലാറ്റുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ കുരിശുമല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുറച്ച് പേരൊക്കെ ഈ ഒരു 6ാം ഘട്ടമൊക്കെ എത്തിയപ്പോഴേക്കും തിരിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഈ മലയുടെ മുകളറ്റം വരെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഓരോ പടി മുകളിൽ കയറുമ്പോൾ മാത്രമേ ഈ മലയുടെ ബാക്കി ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇനിയും കുറേ ഘട്ടങ്ങളിൽ 8 ലെവലിലൂടെ നമുക്ക് മുകളിൽ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ സമയമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പെട്ടെന്ന് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഇതിൽ പോകുന്നവർ എന്തായാലും അതിരാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് പോകാൻ കഴിയുന്നുള്ളവർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അത്ര ബുദ്ധിമുട്ടാണ്. നമുക്ക് കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങുന്നത്. കാരണം പ്രത്യേകിച്ച് ഞാൻ വീഡിയോയും കൂടി എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ നിലത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനൊന്നും പൊട്ടാതിരുന്നത്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ നിലത്ത് പോയപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് പേടിച്ചു പോയി. കാരണം എനിക്കിനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വന്നില്ല. ഇങ്ങനെ ഞാൻ എന്തായാലും പകുതി ഒഴുകി തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. മുകളിൽ മലയിൽ പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരേണ്ട സമയമുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ പൂളിലൊക്കെ വേണമെങ്കിൽ ഇറങ്ങി സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് പോകാൻ ഇറങ്ങി. ഇവിടുത്തെ റിസോർട്ടിൻ്റെ പേര് വനഹീം എന്നാണ് പേര് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ ഒരു ഹോട്ടലിൻ്റെ ലിങ്കും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് തിരിച്ച് ഈ കുരിശുമല ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ചർച്ച നമുക്ക് ദൂരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല നമ്മുടെ കൂടെ വന്നത്. ഞാനെന്തായാലും എനിക്ക് കാണാൻ അങ്ങനെ പറ്റി. അപ്പോൾ നമ്മുടെ ഈ ഒരു മല ഉണ്ടല്ലോ, അതിങ്ങനെ പരന്ന മലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം കുത്തനെ കയറ്റമായിട്ട് തോന്നില്ലെങ്കിലും നമുക്ക് ഓരോ ലെവൽ കയറി പോകുമ്പോൾ ഒരുപാട് ദൂരമുള്ളതായിട്ട് തോന്നും. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു കയറ്റം. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇന്നലെ ഞാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വാഗമൺ മെഡോസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. നിറയെ മുട്ടക്കുന്നുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് വിനോദസഞ്ചാരികൾ കൂടുതലും വരുന്ന സ്ഥലം ഇത് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാഗമണ്ണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയാം. നല്ല ദൂരെ നല്ല മുട്ടക്കുന്നുകൾ, നല്ല മനോഹരമായിട്ടുള്ള കുന്നുകളാണ്. നല്ല പച്ച നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ധാരാളം പേര് ഇവിടെ നിന്ന് നമ്മുടെ പട്ടങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയും നല്ല ഒരു ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു നമ്മൾ പോയ ദിവസം. ഈ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഇടിമിന്നലൊക്കെ ഏൽക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും അധികം ആരും ഇവിടെ വരാറില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാനും കസിൻസും എല്ലാവരും കൂടെ നമ്മളവിടെ തിരിച്ച് നടക്കുകയായിരുന്നു. അവിടെയും കുറേ സാധനങ്ങളും വിൽക്കുന്ന സ്റ്റാളുകളും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണ് നേരെ പോയിട്ട് ഇവിടുത്തെ ചെടികളൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു. ഇവിടെ നല്ല വെറൈറ്റി ചെടികളൊക്കെ കാണാൻ കഴിഞ്ഞു. മെലസ്റ്റോമ, അതുപോലെ തന്നെ നമുക്ക് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചൈനീസ് ബാൾസും ഉണ്ടായിരുന്നു. ജെറേനിയം പ്ലാന്റ് ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാഞ്ചോ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ക്രിസാന്തം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അഗ്ലോണിമ, അങ്ങനത്തെ പല വെറൈറ്റി ആന്തൂറിയം ചെടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്ത് നേഴ്സറി കിട്ടുന്ന റേറ്റിൽ നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. എന്നാലും
നമുക്കിതുപോലെ വെറൈറ്റി പ്ലാന്റ്സ് എല്ലായിടത്തും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ടീ പൗഡറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ടീ പ്ലാന്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ള ടീ പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അന്ന് പോകുന്ന വഴിക്കാണ് ഞാൻ ഇവിടുത്തെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടത്. ഇവിടെ വാഗമൺ ഹിൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് പോയി കാണാവുന്നതാണ്. പക്ഷെ നമ്മുടെ ടൂർ പ്ലാനിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ടും പോകുന്ന വഴിക്കുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ്. മാത്രമല്ല നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തിരക്ക് കാരണവും നമുക്ക് ഇവിടുത്തെ ലേക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വാഗമൺ ലേക്ക് എന്ന് പറഞ്ഞൊരു സ്പോട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദൂരെ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് അവിടെ ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം നല്ല കൃഷി ചെയ്യുന്ന ഏരിയയും കാട്ടുപ്രദേശം അങ്ങനെ പല ഭംഗിയുള്ള പല പല ഏരിയകളൊക്കെയാണ്. പല പശുക്കളും അവിടെ ആയിട്ട് മാങ്ങി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെയും വിദേശത്തൊക്കെ കാണുന്ന പോലത്തെ ഓരോ സീനറികളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ ഭംഗിയുള്ള കാഴ്ചകളാണ്. കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ പടർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ മുഴുവൻ. അതെല്ലാം കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ഏലക്കയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ പലയിടത്തായിട്ട് നിന്ന് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ ആളുകൾ വണ്ടിയൊക്കെ നിർത്തി ഒരുപാട് പേര് ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും പക്ഷേ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും വണ്ടി ഇവിടെ നിർത്താൻ പറ്റാത്തത് കൊണ്ടുമൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ദൂരെ നമുക്ക് നല്ല മലനിരകളും നല്ല കോടമഞ്ഞും ഒക്കെ വരുന്നത് കാണാം. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം പോയിട്ടില്ലാത്തവരൊക്കെ എന്തായാലും വാഗമൺ യാത്രയിൽ പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല സുഖമുള്ള ഒരു അനുഭവമായിരിക്കും. നമ്മളിനി അടുത്ത കാഴ്ച കാണാൻ പോകുന്നത് പരുന്തുംപാറയിലെ കാഴ്ചകളാണ്. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ടൗൺ ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. അപ്പോൾ കുട്ടിക്കാനം, വാഗമൺ, ശബരിമലയൊക്കെ പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു തിരിച്ചു പോയപ്പോൾ കാണാൻ കഴിഞ്ഞത്. പക്ഷെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ഈ ക്യാമറയിൽ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഒരു കാഴ്ച എടുത്തു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് പോയി മറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് കാണാൻ കഴിയുന്നില്ല. ഇത് എവിടെയും ഒരു സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ധാരാളം പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാവുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇറങ്ങി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഒന്നും നല്ല രീതിയിൽ കാണിക്കാൻ പറ്റാത്തത്. ദൂരെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ അടുത്ത് നിന്ന് കണ്ട മലകളൊക്കെയാണ് ഇപ്പം ദൂരെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ച് പോകുന്ന വഴിക്കൊക്കെ നിറയെ പശുക്കളൊക്കെ നിന്ന് മേയുന്നതുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ഇവിടെ കണ്ടായിരുന്നു. അവിടെയും കുറേ പേരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ അതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് കണ്ടു പോകുന്ന വഴിക്ക്. അതൊക്കെ ഞാൻ പെട്ടെന്ന് ഈ ഒരു കണ്ട വിഷ്വൽസ് കണ്ടതിനെല്ലാം ഞാൻ ക്യാമറയിൽ എടുത്തതാണ്. അപ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് കണ്ടു പോകുന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ശരിക്കും ഈ വാഗമൺ വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ ഇത് കോട്ടയം ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ധാരാളം ഇതുവഴി പോകുന്നുണ്ട്. കോട്ടയം ജില്ലയിലുള്ള ഒരുപാട് ബസ്സുകളും KSRTC ബസ്സൊക്കെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് പോയി വരാവുന്ന ഏരിയയാണ് ഈ വാഗമൺ എന്ന് പറയുന്നത്. ധാരാളം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്നവരും അല്ലാത്തവരും ഒക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വീടുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളി കൂടെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു പള്ളി. പട്ടുമല മാതാ ചർച്ച് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചർച്ചാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് ഈ ചർച്ചിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ പള്ളി മുഴുവനായിട്ട് തന്നെ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വലിയൊരു പള്ളിയാണ്, വളരെ ഭംഗിയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇവിടെ തീർത്ഥാടകർ എന്നും വരുന്നുണ്ട് സ്ഥലമാണ്. നമ്മളെത്തിയപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഈ പള്ളിയുടെ ഉൾവശം. അപ്പം വളരെ സൈലൻ്റ് ആയിട്ടുമാണ് ഇവിടെ ഓരോരുത്തർ ധ്യാനത്തിന് വരുന്നത്. ഈ പള്ളിയുടെ തന്നെ ഒരു പ്രെയർ ഹാളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ മുന്നിൽ നിറയെ തേയില ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ, ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു തേയില വിൽക്കുന്ന ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല ക്വാളിറ്റിയിലുള്ള തേയിലപ്പൊടികളൊക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പീരുമേടാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പീരുമേട് പഞ്ചായത്തിലാണ് ഈ ഒരു പള്ളി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്നവർക്കൊക്കെ കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നേരെ നമ്മൾ പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അല്പം ലേറ്റായി വരികയാണ്. അപ്പോൾ പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ എത്രത്തോളം കാണാൻ കഴിയുമെന്നറിയില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30-6 മണി അടുപ്പിച്ചായപ്പോഴാണ് അവിടെ പീരുമേട് നിന്ന് നേരെ പരുന്തുംപാറ ഭാഗത്തേക്ക് എത്തിയത്. ശരിക്കും നമ്മളവിടെ എത്തിയ സമയത്താണ് കറക്റ്റ് അവിടെ ഈ ഒരു കോടമഞ്ഞ് വന്നു തുടങ്ങിയത്. നമ്മൾ അല്പം ലേറ്റായിപ്പോയി. നമ്മൾ കുറച്ചുകൂടെ മുൻപ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഈ കോടമഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. അവിടെ മൊത്തം ആ കോടമഞ്ഞ് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അടുത്ത ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് കോടമഞ്ഞ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു അല്പം ലേറ്റായി പോയി. അല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്ര ഭയങ്കര പാടായിരുന്നു. കാരണം ധാരാളം വണ്ടികൾ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരുന്നു. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ടൂറിന് വന്നിട്ടുള്ള സഞ്ചാരികളും നിറയെ പേരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ മുഴുവൻ നിറയെ വണ്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ പ്രധാനമായിട്ടും ആളുകൾ അവിടെ കാണുന്ന എല്ലാ കുന്നുകളുടെ മുകളിലും ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വളരെ ആക്റ്റീവായിട്ട് വണ്ടികൾ പോകുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ പോയ ബസ് ഗവിയിൽ നിന്നുള്ള ബസ്സാണ് കേട്ടോ. ഗവി എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വണ്ടിയാണ് ആ പോയത്. അപ്പോൾ ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അവിടെയും പോകണമെന്നൊക്കെ അപ്പോഴും പെട്ടെന്ന് യാത്ര ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അവിടെയും വിസിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. എന്തായാലും നമ്മളുടെ ആ ടൂർ ഇവിടെ കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ പരുന്തുംപാറ വന്നപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. കാരണം ഇവിടെ ഈ കോടമഞ്ഞ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കോടമഞ്ഞായിരിക്കുന്നു ഒട്ടും വിചാരിച്ചില്ല. കാരണം നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെപ്പോലെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, അങ്ങനത്തെ കോടമഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ തറയിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പറി ആകുന്ന പാറകളാണ്. പാറയും അങ്ങനത്തെ പായൽ പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം പല രീതിയിലാണ് അവർ നിരപ്പില്ലാത്ത പ്രതലമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബാലൻസ് പോയി വീഴാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും കോടമഞ്ഞായതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. കാരണം കോടമഞ്ഞിങ്ങനെ അരിച്ചിറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടമഞ്ഞ് ഇപ്പോൾ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവിടെ നേരെ ഇരുട്ടാൻ തുടങ്ങും. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒരുവിധമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം കാറ്റടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ദൂരെയായിട്ട് കാണുന്നുണ്ട്. അവിടെ ആയിട്ട് ചെറിയ അരുവികളും നദികളും കാടും നല്ല പ്രദേശങ്ങളൊക്കെ നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ കോടമഞ്ഞ് നല്ല പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ താഴ്വരകളും ഈ കുന്നും മലയും ചരിവുകളും എല്ലാം നല്ലപോലെ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. എന്തായാലും ഈ കോടമഞ്ഞ് ആസ്വദിക്കാനാണ് ഇവിടെ കൂടുതൽ പേര് വരുന്നത്.
പിന്നെ ദൂരെ ദൂരെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കണ്ണിന് വളരെ കുളിർമയായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്, മനസ്സിനും വളരെ സന്തോഷം തരുന്ന കാഴ്ചകളാണ്. പ്രകൃതിയിലെ ഒരുപാട് ദൃശ്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതേസമയം ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്തിരി സാഹസമുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എപ്പോഴും അപകടം സംഭവിക്കാവുന്ന ഒരു ഏരിയ കൂടെയാണ്. ഇവിടെ സുരക്ഷ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ താഴ്ചയായിട്ട് അങ്ങോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോടമഞ്ഞിൻ്റെ ഭംഗി കണ്ട് അങ്ങനെ കുറേ നേരം നിന്നു. ധാരാളം പേര് ഈ മലകളിലൊക്കെ കയറി പല സ്ഥലങ്ങളിലുമൊക്കെ പോയി നിൽക്കുന്നത് നമുക്ക് ദൂരെ നിൽക്കുന്നവരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ക്യാമറയിൽ കൂടെ വലുതായിട്ട് കാണുന്നില്ല, വീഡിയോയിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കണ്ണിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ദൂരെ സ്ഥലങ്ങളിൽ ആളുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ ഈ പല റീൽസിലും വീഡിയോസിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സൊക്കെ കാണുന്ന പോലത്തെ ഏരിയസൊക്കെയാണ് നമ്മൾ ദൂരെ കാണുന്നത്. അവിടെയെല്ലാം പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് ആളുകൾ പോകുന്നത്. പക്ഷേ അല്പം അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ എല്ലായിടവും പെട്ടെന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ വീഴാൻ ചാൻസ് ഉള്ള സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു കെട്ടിടമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ധാരാളം വീടുകളും ഒരുപാട് റിസോർട്ടുകളും ഒക്കെ ഇതിന് ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഈ കുന്നും ഇതൊക്കെ നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല കുത്തനിറക്കവും ചിലയിടത്തൊക്കെ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേടിയായി തോന്നാറുണ്ട് ഇവിടെ നിന്ന് നടക്കുമ്പോൾ. നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണാൻ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരാൾ മാത്രമായിട്ട് നിൽക്കുന്നത്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര അപകട ഏരിയയാണ്. അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിക്ക് ഒന്നും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും വെച്ചിട്ടില്ല. അവിടെയൊക്കെ എങ്ങനെ ആളുകൾ കയറുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കാഴ്ചകളൊക്കെ ദൂരെ നിന്ന് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഈ തണുത്ത കാലാവസ്ഥയിൽ ഈ ഒരു മൂടൽ മഞ്ഞും അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് കൊച്ചച്ഛനും ഫാമിലിയും ചേട്ടനും എല്ലാവരും കൂടെ അവിടെ ദൂരെ മാറിയെടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ നോക്കാതെ അവരെ ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കെന്തായാലും ഈ തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ ഇവിടെ നിന്നുള്ള ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചൂടായിട്ട് നല്ല എന്താ പറയുക ബജ്ജിയും മുളക് ബജ്ജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ നൂഡിൽസൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് ഈ തണുപ്പത്ത് കഴിച്ചപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ തണുപ്പ് കൂടി വരുമായിരുന്നു. ഒരു 7 മണി സമയമൊക്കെ അടുപ്പിച്ചാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരെ നല്ല ഇരുട്ടി തുടങ്ങി. അതുപോലെ തന്നെ നല്ല മഞ്ഞും ഇവിടെ മൂടൽ മഞ്ഞുകൊണ്ട് പൊതിയാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ പലരും ഇപ്പോഴും ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രാത്രിയായപ്പോൾ എനിക്ക് തണുപ്പത്ത് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കാനാണ് തോന്നിയത് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഐസ്ക്രീം കഴിക്കുന്നത്. അത് എനിക്ക് പെട്ടെന്ന് ഇവിടെ തണുപ്പത്ത് നിന്ന് കഴിക്കാനൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഇതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. നമ്മൾ നെറ്റ് കണക്ഷനൊക്കെ ഇവിടെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമുക്ക് വൈഫൈ ഒക്കെ അവർ തരും, കടയിലുള്ളവർ തന്നെ തരും. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഞാൻ എങ്ങനെ സാധനം വാങ്ങി. ഇവിടെ വരുന്നവരെല്ലാം കയ്യിൽ പൈസ കരുതിയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ദൂരെ നോക്കുകയാണെങ്കിൽ ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ ധാരാളം പേര് ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇവിടെയും ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു വണ്ടി നിറച്ച് 5 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ 500 രൂപ വെച്ച് ഒരു ട്രിപ്പൊക്കെ പോകും. പക്ഷേ ഈ മഞ്ഞ് സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകാൻ നിന്നില്ല. ചിലരൊക്കെ നമ്മുടെ കൂടെ വന്നവരൊക്കെ ഈ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ട്രക്കിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം പരുന്തുംപാറയിൽ ധാരാളം പേര് വന്നും പോയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാനായിട്ട് എല്ലാവരും തിരിച്ച് ബസ്സിലേക്ക് നടക്കുകയായിരുന്നു. അപ്പം ട്രക്കിങ്ങിന് പോയിട്ടുള്ളവരൊക്കെ തിരിച്ച് ജീപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ സൗനീർ സാധനങ്ങൾ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സ് സംഭവങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ മൂടൽ മഞ്ഞ് കാരണം നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മൂടൽ മഞ്ഞാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൂറൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു വൈൻഡപ്പ് ഉള്ള രീതിയിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു ആഘോഷമായിരുന്നു ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സിലുള്ളവർ മാത്രമല്ല കേട്ടോ, കൂടെ മറ്റ് ബസ്സുകളിൽ വന്നവരായാലും ഇവിടെ ടൂറിന് വന്നിട്ടുള്ള എല്ലാവരും കൂടെ ഡാൻസും പാട്ടും ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്താണ് ഈ ടൂർ അവസാനിപ്പിച്ചത് കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവർ മാത്രമല്ല, മറ്റ് ബസ്സുകളിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും കൂടെ ചേർന്ന് നല്ല അടിച്ചു പൊളിച്ചുള്ള ഡാൻസും പാട്ടും എല്ലാം ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടൂറിൽ നമുക്ക് അവസാനമായിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടൂറിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും ഫൺ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.